സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ അടുത്ത് വരിക. അപ്പോൾ നമ്മുടെ പുതിയ ഐറ്റം ഇത് നമ്മുടെ എല്ലാ സദ്യയുടെയും കിങ് എന്ന് വേണമെങ്കിൽ പറയാം. പച്ചടിയാണ് വിഭവം. അപ്പോൾ ഇതെങ്ങനെ സദ്യയിലെ എല്ലാം രാജാവായ വെള്ളരിക്ക പച്ചടി സ്വാദിഷ്ടമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചടിയാണ്. നമ്മൾ വെള്ളരിക്ക പച്ചടിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി വെള്ളരിക്ക നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക്, കറിവേപ്പില, കഷ്ണത്തിന് ആവശ്യമായ ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു പാത്രത്തിന് 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നമുക്ക് കണ്ടത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വെള്ളം വറ്റുന്നവരെ, ഈ ഒഴിച്ചേക്കുന്ന വെള്ളം ഫുള്ള് വറ്റണം. ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവുമ്പോഴത്തേന് നമുക്കേ അരപ്പ് തയ്യാറാക്കാം. ഇതുണ്ടോ, നമ്മൾ തേങ്ങ തിരുമിയേക്കുന്നത്. തേങ്ങയ്ക്കകത്തെ ആ വെള്ള തേങ്ങ വരുന്ന മാത്രം, ഒരു ശകലം പോലും ചുവന്ന തേങ്ങയുടെ ആ ചിരട്ടയുടെ ഒരു നിറം ഇതിനകത്ത് വരരുത്. കറക്റ്റ് ആ അകത്തെ വെള്ളം മാത്രം തേങ്ങ നമ്മൾ തിരുമിയെടുത്തേക്കുന്നത്. അങ്ങനെ 1 തേങ്ങയോളം ഉണ്ട്. 1 തേങ്ങയുടെ വെള്ളം മാത്രം വരുന്ന സാധനമാണ് ഈ എടുത്ത് വെച്ചേക്കുന്നത്. കണ്ടോ, മറ്റു പച്ചടിക്കെല്ലാം നമ്മൾ മൊത്തം തേങ്ങയും തിരുമാം. ഈ വെള്ളപ്പച്ചടി വെക്കുമ്പോൾ നമ്മൾ വെള്ളരിക്ക പച്ചടി വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആ ചുമന്ന സാധനം വരാതെ ഫുള്ള് വെള്ളം മാത്രമായിട്ട് 1 തേങ്ങയുടെയും തിരുമ്മിയെടുത്തേക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിലോട്ട് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം, സാധാ ജീരകം ചേർത്ത് കൊടുക്കാം. ചുമന്നുള്ളി കണ്ടോ, തേങ്ങയുടെ താഴെ നിൽക്കുക വെള്ളം. ഈ പരുവത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഇത് അരച്ചെടുക്കാം. കണ്ടോ, നമ്മുടെ വെള്ളരിക്കെല്ലാം വെന്ത് കറക്റ്റ് പറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. നല്ലപോലെ വെള്ളം എല്ലാം വറ്റിയിരിക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർക്കാം. നമ്മുടെ അരപ്പേ ചൂടായി വരുന്നുണ്ടേ. ചൂടാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണം. തിളയ്ക്കരുതേ, നല്ല ചൂടായാൽ മതി അരപ്പ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നല്ല കട്ട തൈര് ഉണ്ടോ, നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെന്തെന്ന് പറയാം ആർക്കെങ്കിലും ഉണ്ടോ? ഇതിന്റെ മെയിൻ ഐറ്റമാണ് നമ്മുടെ പച്ചടിയുടെ എല്ലാം വേണ്ടുന്ന മെയിൻ ഐറ്റമാണ്. പ്രത്യേകിച്ച് വെള്ളരിക്ക പച്ചടിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ്. ഇതാണ് ഇട്ട പൊട്ടാത്ത ഇംഗ്ലീഷ് മുട്ട. എന്താ പറയാമോ? എന്തുവാ, കടുക് ഇടുവാണേ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി വെച്ചിട്ട് നമുക്ക് കടുക് താളിക്കാം. ചട്ടി ചൂടായി, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മളേ കടുക് വറുക്കുന്നതിന് സാധാരണ നമ്മൾ 1, 2, 3 ചുവന്നുള്ളിയൊക്കെ എടുത്തേക്കുന്നേ. ഇത് നല്ലപോലെ നമ്മൾ ചുവന്നുള്ളി ഇച്ചിരി എടുത്തിട്ടുണ്ട്. മുളകും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർക്കാം. പച്ചടിയിലോട്ട് താളിക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കണം. പുതിയൊരു വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.